ലക്ഷ്മിയുടെ അസുഖം നിശേഷം മാറി. ഇനി എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാമെന്ന് വൈദ്യം പറഞ്ഞു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. ഏതോ വലിയ ബിസിനസിന് പോവാണെന്നല്ലേ ബോസ് പറഞ്ഞത്? എന്നിട്ടിവിടെ വന്ന കാര്യം നടന്നില്ല. പെട്ടെന്ന് എന്റെ കൂട്ടുകാരൻ അസുഖമായി. ഡോക്ടർ വിളിക്കാൻ പോവുകയായിരുന്നു. ഇന്നിവിടെ എന്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. വേണു വന്നേ മതിയാവൂ. ലില്ലി പ്ലീസ്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. കൂട്ടുകാരനെ അയാളുടെ ബന്ധുക്കൾ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളൂ. ഒറ്റയ്ക്കിരുന്ന് ഞാൻ മടുത്തു. വരൂ വേണു, നമുക്ക് പോവാം. കാറിൽ കയറും. വരൂ വേണു. എന്റെ ഭഗവാനെ, കള്ളം കേറിയെന്നാ തോന്നുന്നത്. കള്ളനും ചേട്ടത്തിയമ്മ ഉള്ളപ്പോഴോ? ആ, ചേട്ടത്തിയമ്മ അവളും കൂടെ കൂട്ടുവന്ന് കാണും. മൂദേവി, നിങ്ങൾ എന്തിനാ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്? കള്ളം കേറിയിട്ടുണ്ടെങ്കിൽ അവൻ ഗോപി മരച്ചു പോയി കാണും. അവൻ വെറും കള്ളനാ. ഞാനേ ഈ പണിക്കരേ ബുദ്ധിയുടെ കാര്യത്തിൽ അവന്റെ തന്തയാ. ഇത് കണ്ടോ, നമ്മുടെ സേഫിലുണ്ടായിരുന്ന സർവ്വ പണവും ആഭരണങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങളൊന്ന് വെറുതെ ഇരിവേണ്ടും പിള്ളേ. ഇങ്ങയുടെ ഒരു ബുദ്ധി. ഓഹോ, അപ്പൊ കള്ളം കയറിയതല്ല, കാമുകന് വിളിച്ച് താമസിപ്പിച്ചതാണ്. അമ്മേ, മുറി മുഴുവൻ സിഗരറ്റ് കുറ്റിയാണ്. ചേട്ടത്തിയമ്മ മാത്രമല്ലായിരുന്നു താമസം. എടീ, നീ ഈ വീട്ടിൽ വ്യഭിചാരം തുടങ്ങിയല്ലേ? നീ ഇനി ജീവനോട് ഇരിക്കാൻ പാടില്ല. ഞാനൊരു തെറ്റും ചെയ്തില്ല അമ്മായി. അത് അബദ്ധവാടി. അവൻ ഇവിടെ ഒക്കെ ചുറ്റിപ്പറ്റി നടക്കണ്ടാവും. ആ കുരുകുരുത്തം അവൾ അർദ്ധരാത്രിക്ക് എങ്ങനെ അവൻ കഥ തുറന്നു നിർത്താലോ? അത് ശരിയാ. ആ, അതാ പറഞ്ഞത്. നമുക്കേ ഈ പണവും ആഭരണങ്ങളും കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ പുരയിടത്തിൽ എവിടെയെങ്കിലും കുഴിച്ചിടാം. നാശം. കള്ളൻ. ഞാൻ ഉറങ്ങിന്ന് വിചാരിച്ചല്ലേ? രാത്രി മുഴുവൻ നൃത്തം ചെയ്ത് തളർന്നല്ലേ. ലില്ലി ഉറങ്ങിക്കൊള്ളൂ. വേണു എവിടെ പോണു? എന്റെ സ്നേഹിതന്റെ കാര്യം പറഞ്ഞില്ലേ? നാളെ രാത്രി ജോൺസന്റെ വീട്ടിൽ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്.
ഞാൻ തടവി തരാം. എന്നെ തൊട്ടു പോരുത്, ബാലൻ പുറത്തു പോകും. അത്ര വലിയ പതിവ്രതയൊന്നും ആകാതെ. വീട്ടിലുള്ളവർ തൊട്ടാൽ ദേഹം അശുദ്ധമാവും. പുറത്തുനിന്ന് വരുന്നവർ മാത്രമേ സൽക്കരിക്കൂ. അനാവശ്യം പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇതുവരെ ആവശ്യം പറഞ്ഞ് ഞാൻ മണ്ടനായി. ഇനി അനാവശ്യം കാണിച്ച് മിടുക്കനാകണോ? ഇറങ്ങി പോകാനാ പറഞ്ഞത്. എന്നെ ചീത്തയാക്കാൻ വന്നാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. പേടിപ്പിക്കാതെ, ഞാൻ പറയുന്നതനുസരിച്ച്. പൊന്നുമോൻ ചത്തിട്ടില്ല. കുറച്ച് ജീവൻ ഇനിയും ബാക്കിയുണ്ട്. എടി മഹാഭാവി, നിന്റെ രഹസ്യക്കാരനെ കൊണ്ട് എന്റെ മോനെ കൊല്ലിക്കാൻ നോക്കുമായിരുന്നല്ലേ? ഇറങ്ങണേ ഇവിടുന്ന്. അവന്റെ പുറകെ നീയും പോയിക്കോ. ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനമില്ല. അമ്മായി എന്തോന്ന് കമ്മായി പറഞ്ഞത് കേട്ടില്ല നിന്നോട്? ഇറങ്ങി പോടിയാണ്. ഇറങ്ങണേ ഇവിടുന്ന്. എടി ഇറങ്ങാൻ. എന്തിനു പോന്നു ഇവിടെ? ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? നീ ഇവിടെ നിന്നാലേ എന്റെ വീട് മുടിയും. മാറി ഇവിടെ. എവിടെങ്കിലും പോയി ചാവും. എവിടേക്കാ കൊണ്ടുപോകാൻ പോക്കി? എന്റെ പൊന്നുമോനെ, അവൻ എവിടൊക്കെയാണ് അടിച്ചത്? എവിടെയൊക്കെ അടിച്ചെന്നോ? ഇനി എവിടെയൊക്കെ ബാക്കിയുള്ളതെന്ന് ചോദിക്കേ. എന്റെ ഈശ്വര, വേണ്ട ചോര വരുന്നത് കണ്ടോ? ഇങ്ങോട്ട് കിടക്ക്. അങ്ങോട്ട് കിടക്കണ മോനെ. എന്റെ ഭഗവാനെ, എവനെ ഇനി ജീവനോടെ കിട്ടുമോ എന്തോ? നിനക്ക് വെള്ളം വേണോടാ മോനെ? അയ്യോ, കുത്തരുത്. ഞാൻ പരിപ്പോടെയാ. കത്തി മടക്ക്, കത്തി മടക്ക്. ഇതാണ് രോഗം പിടിച്ചു കിടന്ന സ്ത്രീ. ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പോഴവർ റോഡിലായി. എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങളെ ആ വീട്ടുകാർ തെറ്റിദ്ധരിച്ചു കാണും. ഇതാണ് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത. സഹായിക്കാൻ പോയാൽ സഹായിക്കുന്നവനും സഹായിക്കപ്പെടുന്നവനും ഒരുപോലെ കൊടുക്കും. ഞാനതില്ലേ ആരെയും സഹായിക്കാത്ത. ഞാൻ ആ ഇരുട്ട് മുറിയിൽ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. നിങ്ങൾ എന്തിനെ രക്ഷിച്ചു? ഞാൻ പഠിച്ച തൊഴിൽ മോഷണമാണ്. പക്ഷെ ഇന്നുവരെ ഞാനതിനെ കൊന്നിട്ടില്ല. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് രക്ഷിക്കണമെന്ന് തോന്നി. ഏതായാലും പാതിരാത്രി സമയത്ത് ഈ വഴിയിൽ നിന്ന് സംസാരിക്കണം. ഞാൻ ഇനി അങ്ങോട്ട് പോകും. എനിക്കിനി പോകാൻ ഒരിടവുമില്ല. ഒന്നുകിൽ കടൽ, അല്ലെങ്കിൽ റെയിൽ പാളം. എനിക്കിനി ജീവിക്കണ്ട. നിങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലം ബാക്കിയുണ്ട്. എന്റെ വീട്. ധൈര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ഞാൻ കള്ളനാണ്. എങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ അനിയൻ ചെയ്തത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല. പണവും പണ്ടവും ഞാൻ മോഷ്ടിക്കും. പക്ഷെ അമ്മ പെങ്ങന്മാരുടെ മാനം മോഷ്ടിക്കാറില്ല. ചേച്ചി, വേണു കള്ളനാണെങ്കിലും ഹൃദയമുള്ളവനാണ്. ഈ ആങ്ങളെ പറയുന്നത് ചേച്ചി വേണു എടുത്തുപോകും. വല്ല പണക്കാരന്റെയും പെമ്പർന്നവരായിരിക്കും കട്ടോണ്ട് വരിക. നീ ചുമ്മാ കട്ട
മുതൽ ചില പെണ്ണുങ്ങൾക്ക് കൽക്കണ്ട പോലെയാ. അറിഞ്ഞോണ്ട് കുറെ ഇറങ്ങി പോകുന്നതായിരിക്കും. എല്ലാം അലങ്കോലമാണ്. ഇഷ്ടമാകുമോ എന്തോ. സാരമില്ല. സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ ചിതറിക്കിടക്കുകയാണ്. മനസ്സ് വെച്ചാൽ ചിതറിപ്പോയത് നേരെയാക്കാൻ കഴിയും. ഞാനിവിടെ പാചകമൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് അടുക്കളയിലൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. ചന്തയിൽ പോയി സ്റ്റവും കുറെ പാത്രങ്ങളും അരി ഉപ്പുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരാം. ചന്തയിൽ നിന്ന് മറ്റു വല്ലതും വാങ്ങാനുണ്ടോ? വിരോധമില്ലെങ്കിൽ ഭഗവാന്റെ ഒരു പടം വാങ്ങിക്കൊണ്ടുവരും. എന്താ പേര്? എന്റെ പേര് കൊച്ചുഗോവിന്ദൻ. പക്ഷേ എല്ലാവരും എന്നെ പയ്യനെന്നാ വിളിക്കുന്നേ. വേണുവേട്ടിന് ഈ ചുറ്റുപാടിൽ 3 ഫ്രണ്ട്സേ ഉള്ളു. ഒന്ന് ഞാൻ, ഒന്ന് നമ്മുടെ ആൾത്തറ അമ്മൂമ്മ, പിന്നെ ഇന്നൊന്ന് നമ്മുടെ പട്ടിയില്ലേ കൈസ്, അവൻ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കാറ് വരുന്നതും നീ സൈക്കിളുമായിട്ട് മുമ്പോട്ട് നീങ്ങുന്നതും വീഴുന്നതും ഒക്കെ ഇലക്ട്രിക് ഷോക്കിന്റെ വേഗതയിലായിരിക്കണം. ആ പക്ഷേ തല കാറിന്റെ ടയറിന്റെ അടിയിലാകാതെ നോക്കണം, ഒരു വശത്തോട്ട് വീഴണം. ആ കാറ് നിർത്തും, ഞാനൊരു കാഴ്ചക്കാരന്റെ മട്ടി ഓടി വരും, നീ ചത്തതുപോലെ കിടന്നേക്കണം. എന്നാ നിന്നെ വിറ്റ് കാശാക്കുന്ന കാര്യം ഞാനും ഏറ്റി. അതാ നോക്ക്, ഒരു പച്ച കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ കേട്ടോളാം. വേറെ സൈക്കിളിൽ കളിക്കാം. പോയി ചാവും. ലക്കി നമ്പർ ആണല്ലോ. ആള് കാലിയായ ലക്ഷണമുണ്ട്. കുട്ടിയുടെ നിൽക്കണ്ട, വേഗം കാറിക്കറി സ്ഥലം വിട്ടോ, ഇല്ലേ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളും തനിച്ചല്ലേ ഉള്ളൂ. അയ്യോ എന്റെ ഭഗവാനെ, ഇപ്പൊ എന്ത് ചെയ്യും? ശരിയാ, ഞാനും തനിച്ചല്ലേ ഉള്ളൂ. എന്താ കുട്ടിയുടെ പേര്? സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി രാഗരസം. ഒരു കാര്യം ചെയ്യും, ഒരു 500 റുപ്പീസിന് തന്നെ ആരും പറയാതെ ശവം മറയുന്നേരം ഞാൻ ഏറ്റു. കുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ഇന്ന് രാവിലെ എന്റെ കയ്യിലെ പേഴ്സും 40,000 രൂപയും ഒരു സൂട്ട്കേസ് മോഷണം പോയി. ഇതാ ഷർട്ട് പോലും ഇല്ല. അതിനെന്റെ പണമൊന്നും ഇല്ലല്ലോ. അയ്യോ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് കൂടും, പിന്നെ കാര്യങ്ങൾ ചക്ക കുഴയുന്നല്ലോ കുഴയും. വണ്ടിയുടെ ഷേപ്പ് മാറും, അത് കഴിഞ്ഞ് നമ്മുടെ ഷേപ്പ് മാറും. അതുകൊണ്ട് ആ മാല ഉരിയും തന്നെ. അയ്യോ, എനിക്ക് പൈസയുടെ ആവശ്യമില്ല. പക്ഷേ കേസ് ഒതുക്കി തീർക്കാൻ പണം വേണ്ടേ? ആ കുട്ടിയുടെ കാര്യം ചെയ്യും, കാറി കയറി മിടിക്കായിട്ട് ഡ്രൈവ് ചെയ്ത് പോ. റിവേഴ്സ്. പെട്രോൾ ഉണ്ടല്ലോ. അണ്ണോ വേല മനസ്സിരിക്കട്ടെ, മാലേ പാതി എനിക്കുള്ളതാ. എടാ കൊടുത്ത കോശി, ജീവിക്കാൻ ഞാനൊരു വഴി കാണിച്ചെന്നില്ലടാ. നാളെ മുതൽ ആ തൊഴിൽ അന്തസ്സായി ജീവിക്കാൻ നോക്കടാ.
വാങ്ങിച്ചു. ഏത് ഭഗവാനാണ് അവ കൂടുതൽ ഇഷ്ടം? കാര്യം പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ 3 പേരെ ഇനി കൊണ്ടുവന്നു. അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ, സുബ്രഹ്മണ്യൻ.